ഹായ്, എനിക്കിന്ന് ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് കുറച്ച് പച്ചക്കറി വിത്തുകൾ കിട്ടിയായിരുന്നു. കുറേയധികം കിട്ടി. അത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുറേ വിത്തുകളുണ്ടായിരുന്നു. ഇത് വഴുതനം, തക്കാളി, മുളകിൻ്റെയൊക്കെയാണ് ഹൈബ്രിഡ് വിത്തുകൾ കിട്ടിയത്. F1 ഇനത്തിൽപ്പെട്ട വിത്തുകളാണ്. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുമ്പം ഏകദേശം 40 രൂപ 45 രൂപയാവും ഓരോ പാക്കറ്റ് വിത്തിന് ഏകദേശം. നമുക്കിത് പാകാൻ വേണ്ടി നമ്മൾ ട്രേ എടുക്കണം. നമ്മൾ വ്യാവസായികമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ നമുക്ക് ഒരുപാട് കൃഷി ഉണ്ടെങ്കിലും ഇങ്ങനെ ട്രെയിൽ പാകുന്നതായിരിക്കും നല്ലത്. കാരണം വേര് പൊട്ടാതൊക്കെ കിട്ടും. നമുക്കിത് നിറയ്ക്കാൻ വേണ്ടി വേണ്ടത് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ ചകിരിച്ചോറും, പിന്നെ പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം പെർലൈറ്റ് വളമൊന്നുമല്ല. ഇത് ചെറിയ വെള്ള തരികളാണ്. നമ്മൾ തെർമോക്കോൾ പോലെയൊക്കെ ഇരിക്കും. തെർമോക്കോൾ പോലെയല്ല, കുറച്ചുകൂടി കട്ടിയുണ്ട്. ഇത് ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓരോ ട്രെയിലും അത്യാവശ്യത്തിന് ഓക്സിജൻ എത്താനും നമ്മുടെ വേര് നന്നായിട്ട് ഓടാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു സംഭവമാണ്. ഭാരമൊന്നുമില്ലാത്തൊരു സാധനമാണ്. ഇതെല്ലാം നമുക്ക് ഈ നിറയ്ക്കേണ്ടതിനകത്ത് മിക്സ് ചെയ്യണം. കാരണം ഓരോ ട്രെയിലും 1 2 3 വെള്ളത്തരികൾ വേണമെന്ന രീതിയിലാണ് നമ്മൾ ഈ പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് കുറച്ച് ആരോഗ്യം വരാനും അതുപോലെ ഓക്സിജൻ കിട്ടുന്നതുകൊണ്ട് തന്നെ വേര് കുറച്ചുകൂടി ഉഷാറായിട്ട് നിൽക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. കട്ടി ആവത്തില്ല, മണ്ണ് കയറി പെട്ടെന്ന് കട്ടി ആവത്തില്ല. അതിനാണ് ഈ പെർലൈറ്റ് ഇടുന്നത് എന്നാണ് എൻ്റെ അറിവ്. നോയ്സ് ഉണ്ടാക്കില്ല. അങ്ങനെ നമ്മളിത് കുഴച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ട്രെയിലേക്ക് നിറച്ച് കൊടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇട്ടിട്ട് നീക്കി കൊണ്ടുവന്നാൽ മതി. എല്ലാ കുളവും നിറയും. നമ്മൾ ഈ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഒരുപാട് വളമൊന്നും ചേർക്കണ്ട. അതുപോലെ ഇത് ഒരുപാട് ഈർപ്പം, ജസ്റ്റ് ഒരു ഈർപ്പം മതി. വെള്ളം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന പരുവൊന്നും ആവല്. അങ്ങനെ ഈ കോളമെല്ലാം നിറച്ച ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ മറ്റൊരു ട്രേ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ഇടത്തും ഒരേ അളവിൽ ഓരോ കുഴികളുണ്ടാവും. നമുക്ക് വിത്ത് വാങ്ങേണ്ടത് അതിനകത്തോട്ടാണ്. അപ്പം ഓരോ കുഴിയായിട്ടുണ്ട് അതിനകത്തെല്ലാം. നമ്മൾ മുളകിൻ്റെ വിത്താണ് ഇവിടെ പാകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം തൈ നമ്മുടെ ഇന്ന് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇന്ന് മുളക് പാകാമെന്ന് കരുതി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വിത്തിന്, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കൂടുതലുണ്ട് വിത്ത്. നമ്മൾ സാധാരണ ഇത്രയൊരു പാക്കറ്റ് മേടിക്കുമ്പം കുറച്ച് വിത്തേ കാണത്തുള്ളൂ. ഒരു 10 60 വിത്തൊക്കെ ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ മാക്സിമം ഒരു 100 വിത്തൊക്കെ കാണത്തുള്ളൂ. ഇത് ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു 5 ട്രേ നിറയ്ക്കാനുള്ള അത്രയും വിത്തുകൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിത്ത് നിറയ്ക്കാം. നമ്മൾ ഓരോ ട്രേയിലും ഓരോ വിത്ത് വീതം ഇട്ട് കൊടുത്താൽ മതി. 1 2 ഒക്കെ വീണാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ട്രെയിൽ ആകെ 98 കുഴികളാണുള്ളത്. കാരണം ഞാനിത് പറയാൻ കാരണം നമ്മളിത് ചെടിക്കടകളിൽ നിന്നൊക്കെ ഓരോ ട്രേ ആയിട്ട് മേടിക്കുമ്പോൾ ഒരു 100 എണ്ണമായിട്ടാണ് കൂട്ടുന്നത്. 3 രൂപയ്ക്കൊക്കെ വിത്ത് തൈ മേടിക്കുമ്പം ഇപ്പോൾ 300 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ചിലയിടത്ത് 3 അല്ല, ചിലയിടത്ത് 5 രൂപ 7 രൂപയ്ക്കൊക്കെ വിൽക്കുന്നതുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു നഷ്ടമായാലും ഒരു നഷ്ടം തന്നെയാണല്ലോ. അതുകൊണ്ടാണിത് പറഞ്ഞത്. അങ്ങനെ നമുക്ക് എല്ലാ കുളവും നിറയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിത്ത് മൂടുന്നതാണ്. അത് എളുപ്പമാണ്. നമ്മൾ കുറച്ച് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് മണ്ണെടുക്കുക, ജസ്റ്റ് കൈ ഒന്ന് ഓടിക്കുക. അപ്പം നമ്മുടെ വിത്ത് കുഴി കിടക്കുന്നതുകൊണ്ട് തന്നെ അത് കവർ ചെയ്തങ്ങ് പോയിക്കോളൂ. എളുപ്പമാണ്.
നമ്മൾ കൂടുതൽ ട്രേ നിറയ്ക്കും തോറും നമുക്ക് എളുപ്പമായിട്ട് വരും, പെട്ടെന്ന് സ്പീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ട്രേ നിറച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം നിറച്ച ശേഷം ജസ്റ്റ് സ്പ്രേയറിന് ഇങ്ങനെ നനച്ചു കൊടുക്കുക. ഡെയിലി 2 നേരം ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ തൈ ഇത് ചെറിയൊരു പോർഷൻ നട്ട് വെച്ചാണ് നേരത്തെ മുളക്. ഇതേപോലെ എല്ലാം കൂടി ഒരേപോലെ കിളിച്ച് നിൽക്കും.